ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ വിചിന്തനത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആധുനിക സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ, പ്രത്യേകിച്ച് വിടുതൽ ശുശ്രൂഷ മേഖലകളിൽ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് ആധുനിക സഭയിൽ ഇടപെടുന്നതെന്ന് വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ വചനം തിരുവചനം ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപ് രണ്ട് ചെറിയ സംഭവങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഒരു 4-5 വർഷം മുൻപ് ഇറ്റലിയിൽ ഫബ്രിയാനോ എന്ന ടൗണിന് 9 കിലോമീറ്റർ അകലെ ഒരു മലമുകളിൽ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ബെൽവെദേരെ എന്നാണ്. ബെൽവെദേരെ എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള മനോഹരമായ സ്ഥലം എന്നാണ് അതിനർത്ഥം. അവിടെ ഒരു മനോഹരമായ ദേവാലയമുണ്ട്. 10 വർഷം മുൻപ് പണി കഴിപ്പിച്ച ദേവാലയമാണ്. ഫബ്രിയാനോയിലെ ബിഷപ്പ് എന്നോട് ആവശ്യപ്പെട്ടു ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ. ശനിയും ഞായറും മാത്രമാണ് അവിടെ കുർബാന ചൊല്ലേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാ ശനിയും ഞായറാഴ്ചയും അവിടെ കുർബാന അർപ്പിക്കാൻ പോകും. പക്ഷെ എത്ര അഭിഷേകത്തോടെ ഒരുങ്ങി അവിടെ കുർബാന അർപ്പിച്ചാലും കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നവർ യാതൊരുവിധ അഭിഷേകവുമില്ലാതെ, യാതൊരു താല്പര്യവുമില്ലാതെ കുർബാനയിൽ പങ്കെടുക്കുന്ന അനുഭവമാണ് എനിക്കുള്ളത്. ഞാൻ കണ്ണുകൾ അടച്ചും കൈകൾ ഉയർത്തിയുമൊക്കെ പരിശുദ്ധ കുർബാന സാധിക്കുന്ന രീതിയിൽ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് കൃപകളോടെ വരങ്ങളോടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. പക്ഷെ ഓരോ കുർബാനയിൽ പങ്കുചേരുന്നവർ യാതൊരുവിധ അഭിഷേകമോ താല്പര്യമോ ഇല്ലാതെയാണ് അവർ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. ഒരു ദിവസം ഞാൻ ഒരു കാര്യം ഓർത്തു. ഇവരുടെ ഈ കുർബാനയിലുള്ള പങ്കുചേരലിന് നല്ല അഭിഷേകമുണ്ടാകാൻ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടുത്തെ ഇടവക ജനത്തോട് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധനയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ പള്ളി പണിതിട്ട് 10 വർഷമായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇവിടെ പരിശുദ്ധ കുർബാനയുടെ ഒരു ആരാധനയോ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനയോ ഇവിടെ നടത്തിയിട്ടില്ല. അപ്പം സാധാരണക്കാരായ ജനങ്ങൾ പറഞ്ഞു, ഈ കരിസ്മാറ്റിക് പ്രാർത്ഥന എന്തെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എങ്ങനെയാണ് ഞങ്ങൾ സ്തുതിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പം അതുകൊണ്ട് ആ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ടൗണിൽ നിന്ന് കരിസ്മാറ്റിക് റിന്യൂവലിൽ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്ന കുറേ കരിസ്മാറ്റിക് ശുശ്രൂഷകരുമായിട്ടാണ് ചെന്നത്. ഞങ്ങൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും സ്തുതിപ്പുകളും ആരംഭിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, തി അദോറിയാമോ സിഞ്ഞോറെ, തി ബെനദിച്ചിയാമോ സിഞ്ഞോറെ,
ഗ്രാസ്യ സിഞ്ഞോറെ, അങ്ങനെ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം വെള്ളം കുടിക്കാനായിട്ട് സാക്രസ്റ്റിയിലേക്ക് ചെന്നപ്പോൾ ഒരു പ്രായമായ അമ്മ പറഞ്ഞു, അച്ഛാ അല്പനേരം കൊണ്ട് എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാമോ? അപ്പോൾ കരിസ്മാറ്റിക് ശുശ്രൂഷകർ സ്തുതിപ്പും പാട്ടുകളുമൊക്കെ തുടരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കുമ്പസാര കൂട്ടിലേക്ക് ഓടിച്ചെന്ന് ഈ അമ്മ എൻ്റെ അടുത്തേക്ക് കുമ്പസാരിക്കാൻ വന്നു. അപ്പോൾ അവരുടെ കുമ്പസാരം കേട്ട് കഴിഞ്ഞ് അല്പനേരം കൂടി ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ കുമ്പസാരിച്ചോട്ടെ എന്ന് കരുതി ആ കുമ്പസാര കൂട്ടിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ചെറിയ കുഞ്ഞ്, ഏകദേശം 2 വയസ്സിനടുത്ത് പ്രായമുണ്ടാകും, ഈ കുഞ്ഞ് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നത്, നല്ല സുന്ദരനായ ആ ചെറിയ കുഞ്ഞ് അന്ന് അതിരൂക്ഷമായിട്ടുള്ള കണ്ണുകളോടെ, അതിരൂക്ഷമായ മുഖഭാവത്തോടെ, ഒരു കുഞ്ഞിലും നാം കാണാത്ത അസാധാരണമായ ഗൗരവത്തോടെയും, ആ കുഞ്ഞിന് പുറത്തേക്ക് വരുന്നത് പകയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ ഒരു സ്വരത്തോടെ അവൻ എന്നോട് പറഞ്ഞു, പാദ്രി പെർക്കെ ചി ദിസ്തൂർബി. അവൻ വന്ന് പറഞ്ഞത്, അച്ഛാ എന്തിന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, എന്തിന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു? എനിക്ക് ഒരു ഷോക്കായി. അവനോട് എന്ത് പറയണമെന്നറിയില്ല. വളരെ ചെറിയ കുഞ്ഞാണ്, 2 വയസ്സ് പോലും അവനായിട്ടില്ല. ഇവനിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവൻ പറഞ്ഞത്, എന്തിന് ഈ പ്രാർത്ഥന വെച്ചുകൊണ്ട്, ഈ സ്തുതിപ്പും ആരാധനയും കൊണ്ട് ഞങ്ങളെ എന്തിന് ശല്യപ്പെടുത്തുന്നു? അപ്പോൾ കനം നിറഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് പിന്നീട് ആരാധന ശുശ്രൂഷയ്ക്ക് പോയത്. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ അഭിഷേകം ലഭിക്കുകയുണ്ടായി. ആ അഭിഷേകത്തോടെ വലിയ ബഹിഷ്കരണ പ്രാർത്ഥന, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ബെൽവെദരെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആത്മീയ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങൾ, എല്ലാ ബന്ധനങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, അത്ഭുതകരമായി വിടുതൽ ലഭിക്കട്ടെ. അഭിഷേകത്തോടെ കുർബാനയിൽ പങ്കെടുക്കാൻ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ ഇവിടുത്തെ ദൈവജനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചു. ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വലിയൊരു ആകാംക്ഷ കടന്നു വരികയാണ്. ഈ കുഞ്ഞ് ഇങ്ങനെ സംസാരിക്കുവോ? ഈ കുഞ്ഞിന് ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? വെറും 2 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ആ കുഞ്ഞിന് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കും? ഇത് അറിയാൻ വേണ്ടി ഞാൻ നേരെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ മുഖം മാറി നല്ലൊരു മാലാഖയെ പോലെയായി. ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, പിയേത്രോ കേക്കോസ തു മിയായി ദത്തോ, നീ എന്താണ് എന്നോട് പറഞ്ഞത്? പത്രോസ് എന്നാണ് അവൻ്റെ പേര്. പിയേത്രോ, നീ എന്താണ് എന്നോട് പറഞ്ഞത്? പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ കുഞ്ഞ് ശരിക്കും സംസാരിച്ചു പോലും തുടങ്ങിയിട്ടില്ല. ആ കുഞ്ഞ് വർത്തമാനം മര്യാദയ്ക്ക് പറയാനായിട്ട് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ 10 വർഷം പണിതിട്ടുള്ള ഒരു പള്ളിയിൽ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആ ഗ്രാമത്തിന് പരിചയമില്ലാത്ത രീതിയിൽ അഭിഷേകത്തോടെ കരിസ്മാറ്റിക് രീതിയിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു മാലാഖ കുഞ്ഞിനെ പോലുള്ള ഒരു കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് അസാധാരണമായ രീതിയിൽ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഏതോ ഒരു ശക്തി ഇത് ആഗ്രഹിച്ചില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാനും അവിടുത്തെ പ്രാർത്ഥന ഏതോ ഒരു അശുദ്ധ ശക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് ആ അനുഭവത്തിലൂടെ മനസ്സിലായത്. രണ്ടാമത്തെ സംഭവം ഇതും ഒരു ചെറിയ കുഞ്ഞിനെ കുറിച്ചുള്ളതാണ്. കോഴിക്കോട് എൻ്റെ പള്ളിയിൽ ഒരു ദിവസം മാതാപിതാക്കൾ ഒരു ചെറിയ കുഞ്ഞുമായിട്ട് വരികയാണ്. അവരെന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞ് 4-5 ദിവസമായിട്ട് നിർത്താതെ കരയുകയാണ്.
അസാധാരണമായ മുഖഭാവമാണ് അവൾ കാണിക്കുന്നത്. അവൾ കണ്ണുകൾ തുറിപ്പിക്കും, അവൾ പല്ല് കടിക്കും, അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായിട്ട് കരയുകയാണ്. ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി, ഞങ്ങൾ മരുന്ന് കൊടുത്തു, എന്നിട്ടും ഞങ്ങളുടെ കുഞ്ഞിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ലിയോ 13 പാപ്പയുടെ ബഹിഷ്കരണ പ്രാർത്ഥന അവിടെ എൻ്റെ കൈവശമുണ്ടായിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവായ ഈശോയെ, ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ്, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ ഈ നിമിഷം കൊടുക്കണമേ. ഈ നിമിഷം അവിടെ നിന്നാണ് സകലത്തിൻ്റെയും അതിനാഥനെന്ന് തെളിയിക്കണമേ. കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവേ, കർത്താവ് യേശു ക്രിസ്തുവേ, ഏറ്റവും വലിയ ഡോക്ടറെ, അത്ഭുതം പ്രവർത്തിച്ച് ഈ കുഞ്ഞിന് വിടുതൽ കൊടുക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ഈ പ്രാർത്ഥന ചൊല്ലിയ ഉടൻ ദിവസങ്ങളോളമായി കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് ചിരിക്കുവാനും പുഞ്ചിരിക്കുവാനും ആരംഭിക്കുകയും ആ മാതാപിതാക്കൾ പറഞ്ഞു, അച്ഛാ, ഇതെവിടെ വേണമെങ്കിലും ഞങ്ങൾ പോയി സാക്ഷ്യം പറയാം. കാരണം അത്ഭുതകരമായ ഒരു വിടുതൽ ഞങ്ങളുടെ കുഞ്ഞിന് ലഭിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ 2 സംഭവങ്ങളും ഞാനിവിടെ ഇന്ന് പറയാൻ കാരണങ്ങളിലൊന്ന്, ആധുനിക സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വൈദികരിലൂടെ, സഭയിലൂടെ, ശുശ്രൂഷകരിലൂടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ 23 പാപ്പ 2ാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിക്കുന്നതിന് മുൻപ് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ സംഭവിക്കണമേ. പരിശുദ്ധാത്മാവേ, ആദിമ ക്രൈസ്തവ സഭയിൽ എന്ന പോലെ, ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ കത്തോലിക്ക സഭയ്ക്ക് സമാനമായി ലഭിച്ച കരിസ്മാറ്റിക് നവീകരണം. ഈ നവീകരണത്തിലൂടെ ഒരിക്കൽ കൂടെ ജനം ഒരു പുതിയ പെന്തക്കോസ്തയുടെ ബലം തിരിച്ചറിയുകയാണ്. അതാണ് പോൾ 6 പാപ്പ പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ പെന്തക്കോസ്ത അനുഭവം അപ്പോസ്തല പ്രവർത്തനത്തിലൂടെ നിന്നുപോയിട്ടില്ല. അത് കത്തോലിക്ക സഭയിലൂടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിച്ചു, കത്തോലിക്ക സഭയ്ക്ക് അപ്പോസ്തലന്മാരുടെ അതേ ശുശ്രൂഷ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുവാനുള്ള കർത്തവ്യമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ജീസസ് ഹീൽഡ് ദ സിക്ക്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പിശാചു ബാധിതരെ സുഖപ്പെടുത്തി. ബൈ ദ സെയിം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കത്തോലിക്ക സഭ യേശുവിൻ്റെ അതേ ശുശ്രൂഷ കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, വചനപ്രഘോഷണങ്ങളിലൂടെ, കൂട്ടായ്മകളിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ അഭിഷേകത്തിലൂടെ ഒരിക്കൽ കൂടെ സഭ കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുകയാണ്. ജീവിക്കുന്ന യേശുവിനെ ഒരിക്കൽ കൂടെ തങ്ങളുടെ ശുശ്രൂഷകളിലൂടെ സഭ പ്രഖ്യാപിക്കുകയാണ്,
സങ്കീർത്തനം 3:3 പറയുന്നത് പോലെ, കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. ഈശോയെ, അവിടെ നിന്നാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. സങ്കീർത്തനം 4:8, കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. യാക്കോബ് 4:8, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആധുനിക ലോകത്തിൽ സഭ ഈ ഒരു തത്വചിന്ത മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ഒരു ബലത്തിൻ്റെ ബോധ്യത്തിലാണ് ഒരിക്കൽ കൂടെ ആദിമ സഭയിൽ എന്ന പോലെ രോഗശാന്തി ശുശ്രൂഷകളിലൂടെ, വിടുതൽ ശുശ്രൂഷകളിലൂടെ ആധുനിക ലോകത്തിലെ തിന്മയ്ക്കെതിരെ സഭ പടപൊരുത്തുന്നത്. ഈ ഒരു അഭിഷേകം സാത്താന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എത്രമാത്രം ജനം, പ്രത്യേകിച്ച് കേരള സഭ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് തിന്മകൾക്കെതിരെ പടപൊരുതുമ്പോൾ സാത്താൻ കൂടുതൽ ശക്തിയോടെ മനുഷ്യൻ്റെ മേൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലങ്ങളാണ് നാം കാണുന്നത്. മദ്യപാനത്തിനോടുള്ള അമിതമായ ആസക്തി, മയക്കുമരുന്നിനോടുള്ള ആസക്തി, ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ പോലും നമ്മുടെ യുവജനങ്ങളിലേക്ക് മയക്കുമരുന്നുകൾ കടന്നു വരുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ, പാപബോധമില്ലായ്മ, അവിശ്വാസം, കുടുംബ തകർച്ച, കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, ഇതിലൂടെ മനുഷ്യനെ നിരാശയിലേക്കും വെറുപ്പിലേക്കും പകയിലേക്കും അസ്വസ്ഥതയിലേക്കും സാത്താൻ കൊണ്ടുപോവുകയാണ്. അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം, ആധുനിക ലോകത്തിലെ സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം, മനുഷ്യനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുക, അവനെ ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റുക, ദൈവരാജ്യത്തിലേക്കുള്ള അവൻ്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുക. അതിലൂടെ ദൈവരാജ്യ സാക്ഷാത്കാരത്തിലൂടെ, ദൈവസ്നേഹം മനുഷ്യനിൽ വന്ന് നിറയുന്നതിലൂടെ മനുഷ്യന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തൽ. ദൈവരാജ്യം സാക്ഷാത്കാരത്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹമാണല്ലോ അവന് സമാധാനത്തിൽ ജീവിക്കാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ, വരങ്ങളോടെ ജീവിക്കാൻ, കൃപകളോടെ ജീവിക്കാൻ. പക്ഷെ അതിനെ തടസ്സപ്പെടുത്തുകയാണ് സാത്താൻ ചെയ്യുന്നത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 395 ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെയാണ് പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. അവൻ്റെ കുതന്ത്രങ്ങള് നമ്മെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റാൻ, സമാധാനത്തിൽ നിന്ന് അകറ്റാൻ, സന്തോഷമുള്ള ജീവിതത്തിൽ നിന്ന് അകറ്റാൻ അവൻ കുതന്ത്രങ്ങൾ മെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയമായും ശാരീരികമായും ഗൗരവതരമായ ഉപദ്രവങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ പ്രവൃത്തികൾ നിമിത്തം മനുഷ്യന്, സമൂഹത്തിന്, പ്രകൃതിക്ക്, സമുദായങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ ഗൗരവതരമായ ഉപദ്രവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ആത്മീയമായും ശാരീരികമായും മാനസികമായും അവൻ തളർത്തും. അവൻ്റെ ഏക ലക്ഷ്യം മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുക, മനുഷ്യനെ സന്തോഷത്തിൽ നിന്ന് അകറ്റുക, അവനെ വിഷാദത്തിലാക്കുക, അവനെ നിരാശയിലാക്കുക, അവനെ സങ്കടപ്പെടുത്തുക, കരയിക്കുക, അസ്വസ്ഥനാക്കുക. ഇതുമൂലം മാനസിക രോഗിയാകും, നിരന്തരമായ ശാരീരികമായ രോഗങ്ങൾക്ക് അവൻ അടിമപ്പെടും. അപ്പൊ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഈ തിന്മകൾക്കെതിരെ, ഈ സാത്താൻ്റെ സ്വാധീനങ്ങൾക്കെതിരെ മനുഷ്യന് പടപൊരുതാൻ സാധിക്കും. കാരണം ഇവയെ തടഞ്ഞാൽ, മനുഷ്യൻ്റെ സന്തോഷത്തെ തടഞ്ഞുകൊണ്ട്, മനുഷ്യൻ്റെ കൃപകളെ, വരങ്ങളെ തടഞ്ഞുകൊണ്ട് സാത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ ലോകത്തിൽ ഭീകരത, കലഹം, നിരാശ, തകർച്ച, മരണം, ആത്മഹത്യ,
ശാപം, വെറുപ്പ്, വിദ്വേഷം, മയക്കുമരുന്ന്, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗപീഠകൾ, സാമ്പത്തിക തകർച്ച, കടബാധ്യതകൾ. യോഹന്നാൻ 10:10 പഠിപ്പിക്കുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ് സാത്താൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. വചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, കർത്താവ് യേശുക്രിസ്തുവിനെ മനുഷ്യൻ്റെ നന്മയ്ക്കായി, മനുഷ്യൻ്റെ സന്തോഷത്തിനായി, മനുഷ്യൻ്റെ സമാധാനത്തിനായി കർത്താവ് ഈശോ ഇടപെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള ആ വാക്യം, അതിലുള്ള ഒരു ഉദാഹരണം മാത്രം മതി കർത്താവ് ഈശോ അത്ഭുതകരമായ വിടുതൽ നൽകാൻ, ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം നൽകാൻ. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൾ കൊണ്ട് തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു ദുരന്ത കഥയായിരുന്നു. ജനങ്ങൾ അവനെ ഭയപ്പെട്ടിരുന്നു, ജനങ്ങൾ അവനെ വെറുത്തിരുന്നു. നമ്മുടെ പല കുടുംബങ്ങളിലെയും ചില മക്കളുടെ സ്ഥിതി അങ്ങനെയാണ്. അവരുടെ ജീവിതാവസ്ഥകൾ ഈ പറഞ്ഞ പിശാചുബാധിതൻ്റെ അവസ്ഥ പോലെയാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട്, എല്ലാവരാലും ശപിക്കപ്പെട്ട്, എപ്പോഴും ഈ മയക്കുമരുന്നിനും മദ്യത്തിനും അതുപോലെ ഭവനങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ജീവിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ യേശുവിന് മനസ്സിലായി, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തും വിധം പ്രവർത്തിക്കാൻ കാരണം അവനിൽ വസിക്കുന്ന തിന്മയുടെ സ്വാധീനമാണ്, തിന്മയുടെ ശക്തിയാണ്. നമ്മുടെ പല ദുരന്തങ്ങൾക്കും കാരണം തിന്മയുടെ സ്വാധീനമാണെന്ന് ഈശോ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ ഈശോ അവനിൽ വസിക്കുന്ന ആ തിന്മയുടെ ശക്തിയെ ശാസിച്ചുകൊണ്ട് മാർക്കോസ് 5:8 അശുദ്ധാത്മാവേ ഈ മനുഷ്യനിൽ നിന്നും വിട്ടുപോകുക. പിന്നീട് ജനം കാണുന്നത് മാർക്കോസ് 5 ലഗിയോൻ ബാധിച്ചിരുന്ന 5:5 ലഗിയോൻ ബാധിച്ചിരുന്ന ആ മനുഷ്യൻ, ആ പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിരവധിയായ തിന്മകളിലൂടെ, സ്വാധീനത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം തകർന്നു പോകും. ആത്മീയമായുള്ള തകർച്ച, ശാരീരികമായ തകർച്ച, മാനസികമായ തകർച്ച. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൽ അഭയം തേടുക. യേശുവിൻ്റെ നാമത്തിൽ കത്തോലിക്ക സഭയ്ക്ക്, കത്തോലിക്ക സഭയുടെ പുരോഹിതർക്ക്, കത്തോലിക്ക സഭയിലെ ശുശ്രൂഷകൾക്ക് ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായ വിടുതൽ നൽകാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക. ഈശോ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും രക്ഷിക്കട്ടെ. യേശുവിൽ വിശ്വസിക്കുവിൻ, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൃഢമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകാൻ, തിന്മയുടെ കെട്ടുകൾ വിട്ടുപോകാൻ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുതൽ ലഭിക്കാൻ, മയക്കുമരുന്നിൻ്റെ സ്വാധീനം, മദ്യത്തിൻ്റെ സ്വാധീനം, കടബാധ്യതകൾ, സമാധാനമില്ലായ്മ, കുടുംബ തകർച്ചകൾ, കലഹങ്ങൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന്, ഈ രാജ്യത്തിന് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.